ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമുക്ക് PSC 2024 ചോദിച്ച സയൻസ് ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ബാക്ടീരിയൻ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? സമ്പർക്കം മൂലം. കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് സമ്പർക്കം മൂലമാണ്. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി. സ്നേഹസ്പർശം. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി സ്നേഹസ്പർശം. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? മോണോസൈറ്റും ന്യൂട്രോഫിലും. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കളാണ് മോണോസൈറ്റും ന്യൂട്രോഫിലും. പയർ ചെടിയുടെ സങ്കരയിനം ഏതാണ്? ഭാഗ്യലക്ഷ്മി. പയർ ചെടിയുടെ സങ്കരയിനമാണ് ഭാഗ്യലക്ഷ്മി. ഇതിൽ അനാമിക എന്നുള്ളത് വെണ്ടയ്ക്കയുടെ സങ്കരയിനം, ഹരിത വഴുതനങ്ങയുടെ സങ്കരയിനം, അനഘ തക്കാളി. വനവിഭവം അല്ലാത്തത് ഏതാണ്? മണ്ണെണ്ണ. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം സൾഫർ ഡൈ ഓക്സൈഡ്. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം സൾഫർ ഡൈ ഓക്സൈഡ്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? റുദർഫോർഡ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? റുദർഫോർഡ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. ഉത്കൃഷ്ട വാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? 18. ഉത്കൃഷ്ട വാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിലെ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? 18. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗത്തിൽ പെടാത്തത്. താഴെ കൊടുത്ത ഓരോ പ്രസ്താവനകളിൽ ജ്വലനത്തിന് ഓക്സിജൻ സഹായിക്കുന്നു. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി ഓക്സിജൻ ഉപയോഗിക്കുന്നു. കൃത്രിമ ശ്വസനത്തിന് ഓക്സിജൻ ഉപയോഗിക്കുന്നു. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ്? ക്ലോറിൻ. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. കാർമോയ്സിൻ. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തുവാണ് കാർമോയ്സിൻ. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചലനം ഏതാണ്? ഭ്രമണചലനം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം അറിയപ്പെടുന്നത് ഭ്രമണചലനം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? രാകേഷ് ശർമ്മ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയിലുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. ഒരു പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? വിജാഗിരി സന്ധി. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? വിജാഗിരി സന്ധി. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ട്രക്കിയ. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ട്രക്കിയ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡികൾ ഏതെല്ലാം? പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്. ഫെലിസ് ഡൊമസ്റ്റിക്കസ്. കാക്കയുടെ ശാസ്ത്രനാമം കോൾവസ് സ്പ്ലെർഡൻസ്. ജീവികളും അവയുടെ ഹൃദയത്തിൻ്റെ അറകളുമാണ് തന്നിരിക്കുന്നത്. അതിൽ ശരിയായ ജോഡികൾ കണ്ടുപിടിക്കുക. പാറ്റ. പാറ്റയുടെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം 13. പല്ലിയുടെ ഹൃദയ അറകളുടെ എണ്ണം 3.
പക്ഷികളുടെ ഹൃദയാറകളുടെ എണ്ണം 4, മത്സ്യത്തിൻ്റെത് 2. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീം ആണ്? 2023. 2023 പരിസ്ഥിതി ദിനത്തിൻ്റെ തീമായിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത്. സങ്കരയിനം തക്കാളി അല്ലാത്തത് ഏത്? ഹരിത വഴുതനങ്ങ. സങ്കരയിനം വഴുതനങ്ങയാണ് ഹരിത. ഭാരത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. ഭാരത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് ന്യൂട്ടൺ. 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര? കോൺവെക്സ് ലെൻസിൻ്റെ പവർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പിന്നെ പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ. പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/, ഫോക്കൽ ദൂരമാണ്. ഫോക്കൽ ദൂരം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആൻസർ 4 ഡയോപ്റ്റർ. ഒരു കുതിരശക്തി എന്നത് ഡാഷ് വാട്ട് ആകുന്നു? 746 വാട്ട്. ഒരു കുതിരശക്തി എന്നത് 1 HP എന്നത് 746 വാട്ട്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാര്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? S സ്വാമിനാഥ്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? S സ്വാമിനാഥ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത്? പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത്? പ്രഗ്യാൻ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്ത്? അമൃതം ആരോഗ്യം. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ക്ഷയം, ചിക്കൻ പോക്സ്. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ക്ഷയം, ചിക്കൻ പോക്സ്. സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് സിറോഫ്താൽമിയ. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന്? 2014 നവംബർ 9. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന്? 2014 നവംബർ 9. ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണ്. ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന്? 2023 സെപ്റ്റംബർ 28. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? എലിപ്പനി. എലിപ്പനി ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലീ രോഗങ്ങളിൽ പെടാത്തത് ഏത്? മലേറിയ. താഴെ പറയുന്നവയിൽ ജീവിതശൈലീ രോഗങ്ങളിൽ പെടാത്തത് മലേറിയ. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം? സൗത്ത് ആഫ്രിക്ക. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്ക. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. നെഫ്രൈറ്റിസ്. നെഫ്രൈറ്റിസ് ബാധിക്കുന്നത് വൃക്കകളെയാണ്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി മാതൃജ്യോതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക. എലിപ്പനി. എലിപ്പനി ബാക്ടീരിയൽ ഡിസീസാണ്. ക്ഷയം ബാക്ടീരിയ. വട്ടച്ചൊറി ഫംഗൽ ഡിസീസ്. നിപ്പ വൈറസ്. അപ്പോൾ ഇതിൽ 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ജോഡികൾ. 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം ഏത്? പെല്ലഗ്ര. AB രക്തഗ്രൂപ്പ് ഉള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ പ്ലാസ്മയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ല.
ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു. പൊട്ടാസ്യം. ശരീരപേശികളിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ധാതുവാണ് പൊട്ടാസ്യം. മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? മെലാട്ടോണിൻ. മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി. പരിരക്ഷ. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് പരിരക്ഷ. 1987 വായു ഭേദഗതി നിയമം ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ശബ്ദം. 1987 വായു മലിനീകരണം തടയലും നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ശബ്ദം. ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിൻ്റെ തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിൻ്റെ തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. VE എന്നത് ഭൂമിയുടെ പലായന വേഗത്തെയും VO എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിൻ്റെ പരിക്രമണ വേഗത്തെയും പ്രതിനിധീകരിക്കുന്നു. എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം VE = √2VO. VE = √2VO. ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ വക്രത ആരം 24 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഫോക്കസ് ദൂരം. കോൺവെക്സ് ദർപ്പണത്തിൻ്റെ വക്രത ആരം 24 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫോക്കസ് ദൂരം വക്രത ആരം ബൈ 12 സെൻറ്റിമീറ്റർ ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത്. ഫസ്റ്റ് പ്രസ്താവന, ചന്ദ്രൻ ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്. റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്. സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. ഈ പ്രസ്താവനകൾ എല്ലാം തന്നെ ചന്ദ്രയാൻ 3യുടെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6ലാണ് കാണപ്പെടുന്നത്. ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് ദ്രാവകം ആയി മാറുന്നു. പാലിന് pH മൂല്യം 7ൽ കൂടുതലാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1ഉം 2ഉമാണ്. അതായത് ഗ്ലാസ് ഒരു ഒഴുകുവാൻ കഴിവുള്ള പദാർത്ഥമാണ്. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6ലാണ് കാണപ്പെടുന്നത്. ഇതിൽ 3ഉം 4ഉം പ്രസ്താവനകൾ എന്താണ്? കർപ്പൂരത്തെ ചൂടാക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക? കർപ്പൂരം ചൂടാക്കിയാൽ അത് ഡയറക്റ്റ് വാതകാവസ്ഥയിലേക്ക് വേപ്പേഴ്സായി മാറുകയാണ്. ഈ പ്രവർത്തനമാണ് സബ്ലിമേഷൻ അഥവാ ഉത്പാദനം എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ പാലിൻ്റെ pH മൂല്യം 7ൽ കൂടുതലല്ല, കുറവാണ്. 6.4 മുതൽ 6.8 റേഞ്ചിലാണ് പാലിൻ്റെ pH വാല്യൂ. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാൾസ് നിയമം. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാൾസ് നിയമം. ചാൾസ് നിയമപ്രകാരം താപനില കൂടുന്നതിനനുസരിച്ച് വാതകങ്ങളുടെ വോളിയം കൂടുന്നു. ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രാ ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിൻ്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എത്ര? 108 ഗ്രാം തന്നെ. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏതു വർഷം? 2019. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷം 2019. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് പ്രസ്താവന, B2 വിറ്റമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. ബെറിബെറി ഉണ്ടാകുന്നത് തയാമിൻ അഥവാ B1 വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് ബെറിബെറി ഉണ്ടാകുന്നത്. തയാമിൻ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. തയാമിൻ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യം.
മൂന്നാമത്തെ പ്രസ്താവന ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യം. ഇത് മെയിനായിട്ട് കാണുന്നത് അഡൽറ്റുകളിലാണ്. മുതിർന്ന വ്യക്തികളിലാണ് ബെറിബറി കൂടുതലായി കണ്ടുവരുന്നത്. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശീവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. അപ്പോൾ ഇതിൽ 2, 4, 5 എന്നീ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ചാണ്? UAE. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? UAE. T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏത്? തൈമസ് ഗ്രന്ഥി. T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. ഏത് താപനിലയിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? 40 ഡിഗ്രി. ഏത് താപനിലയിലാണ് സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായത്? 40 ഡിഗ്രി. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എന്തിനനുപാതമായിരിക്കും? പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ആവൃത്തി. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ആവൃത്തിക്കാണ് മാറ്റമില്ലാതിരിക്കുന്നത്. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ഓക്സിജനും സൾഫറും. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ഓക്സിജൻ ആൻഡ് സൾഫർ. അക്വാറീജിയ ഏതിൻ്റെ ഒരു മിശ്രിതമാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും മിശ്രിതമാണ് അക്വാറീജിയ. ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും 3:1 എന്ന അനുപാതത്തിലാണ് അടങ്ങിയിരിക്കുന്നത് അക്വാറീജിയയിൽ. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ഡാഷാണ്? Na2CO3 10H2O. വാഷിംഗ് സോഡയുടെ രാസസൂത്രം Na2CO3 10H2O. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ സെറ്റുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.